ടാക്സേഷനുമായി ബന്ധപ്പെട്ടാണ്. പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ കൂടിയ നികുതി നിരക്കുകളൊക്കെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം വളരെ വ്യാപകമായി ഉയരുന്നുണ്ടല്ലോ. ഈ ഫൊക്കാന ഈ വിഷയത്തിൽ ഒരു റിക്വസ്റ്റുമായി രംഗത്തെത്തുന്നുണ്ട്. അതൊക്കെ പക്ഷെ അംഗീകരിക്കാൻ എത്രമാത്രം സാധ്യതയുണ്ട്? എങ്ങനെയാണ് ഈ സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത്? തീർച്ചയായും ഫൊക്കാന എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ നോർത്ത് അമേരിക്ക, അമേരിക്കയിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ സംഘടനകളുടെ സംഘടനയാണ്. ഏകദേശം 85-ലധികം ഓർഗനൈസേഷൻസ് ആണ് ഇതിന്റെ മെമ്പേഴ്സ് ഉള്ളത്, നോർത്ത് അമേരിക്കയിൽ അങ്ങും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് അന്നേരം തന്നെ ഒരു ചേഞ്ച് ഓർഗിൽ ക്യാമ്പയിൻ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും NRIസിനെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ആ ചേഞ്ച് ഓർഗിൽ പോയിട്ട് ഈ ഒരു പെറ്റീഷനിൽ സപ്പോർട്ട് ചെയ്യണമെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരനും ഒരു NRIയും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ക്യാപിറ്റൽ ടാക്സിന് പാരിറ്റി ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും 10% എങ്കിൽ ഇപ്പോൾ ഉള്ള പ്രപ്പോസലിനകത്ത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് ക്യാപിറ്റൽ ടാക്സിനകത്ത് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനകത്ത് 20% ടാക്സ് NRIസിന് വരും. അതേസമയം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 10% ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിസ്പാരിറ്റി ഒഴിവാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റുമാണ് ഗവൺമെന്റിനോടുള്ളത്. ഇതോടനുബന്ധിച്ച് ഫൊക്കാന ഓൾറെഡി ഫിനാൻസ് മിനിസ്ട്രിയുമായിട്ടും പിന്നെ നമ്മൾക്ക് കേരളത്തിൽ നിന്ന് 2 മിനിസ്റ്റേഴ്സ് ആണ് ഉള്ളത്, ശ്രീ സുരേഷ് ഗോപിയും ശ്രീ ജോർജ് കുര്യനും. അവരുടെ മിനിസ്ട്രിയുമായിട്ട് ഓൾറെഡി ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവരോടെല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നത്, അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മറ്റ് MP-മാരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതാണ്: എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് NRIസിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, NRIസിന്റെ കോൺട്രിബ്യൂഷൻ അത് കേരളത്തിന്റെ ഫിനാൻസിലേക്കാണെങ്കിലും ഇന്ത്യയുടെ ഫിനാൻസിലേക്കാണെങ്കിലും വളരെയധികം വലുതാണ്. അതിനെ ആർക്കും നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരാഴ്ച എന്ന് പറയുന്നത് പ്രവാസികൾക്ക് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും വളരെയധികം ചിന്താജനകമായ അല്ല ആശങ്കാജനകമായ ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഫിനാൻസ് മിനിസ്റ്റർ ഈ ഒരു റിക്വസ്റ്റ് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിന് എല്ലാ പ്രേക്ഷകരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഈ അവസരത്തിൽ change.org പോയിട്ട് ഫൊക്കാനയുടെ ഈ ഒരു പരിശ്രമത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് കിട്ടുന്ന സെയിം ടാക്സ് പാരിറ്റി തന്നെ NRIസിനും കിട്ടണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ഉള്ളത്. അപ്പം അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും അതും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രവാസികളും പ്രവാസി കുടുംബങ്ങളും ഒക്കെയുള്ള നാടാണ് കേരളം. അത് എല്ലാവരും ആ റിക്വസ്റ്റ് അംഗീകരിക്കട്ടെ. താങ്ക് യു ഡോക്ടർ സജിമോൻ, ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്. വീണ്ടും US-ൽ ഇപ്പോൾ വാർത്തകൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.